Moment of force. Moment of force about a point is the product of force and perpendicular distance of the line of action of force. അപ്പോൾ നമ്മളിവിടെ ഒരു ബോഡി കൺസിഡർ ചെയ്തേക്കാണ്, റിജിഡ് ബോഡി എ ബി എന്ന് പറയുന്നത് ഒരു റിജിഡ് ബോഡിയാണ്. അതിലേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എഫ്, ആക്ട് ചെയ്യുന്ന പോയിൻ്റ് സി. ഈ റിജിഡ് ബോഡി ക്ലാമ്പ് ചെയ്തേക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ ക്ലാമ്പ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ഓഫ് ദിസ് ബോഡി is equal to, that is moment of force is equal to force into perpendicular distance. Perpendicular distance എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഫോഴ്സിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ക്ലാമ്പ്ഡ് പോയിന്റിൽ നിന്ന് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എ സി. ഓക്കെ, ഇതിനാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് എന്നും പറയാറുണ്ട്. ഇത് തരുന്നത് ടേണിംഗ് എഫക്റ്റ് ആയതുകൊണ്ട് ഇതിന് നമുക്ക് ടോർക്ക് എന്ന് പറയാം. ടോർക്ക് എഫ് ഇസിക്കൽ ടു ടോർക്ക് ടോ ഇസിക്കൽ ടു എഫ് ഇൻറ്റു എ സി. ഇപ്പോൾ മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. മൊമെൻ്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് എ പോയിൻറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. Okay, next, principle of moments. Principle of moments എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിജിഡ് ബോഡിയാണ്. ഈ റിജിഡ് ബോഡിക്ക് നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. റിജിഡ് ബോഡി ഒ ബി ദ റിജിഡ് ബോഡിയാണ്. ഇത് ക്ലാമ്പ് ചെയ്തേക്കുന്ന പോയിൻ്റ് ഒ എന്ന് പറയുന്ന പോയിൻ്റ് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യാണ്. ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന ഫോഴ്സ് ഡൗൺവേർഡും ക്യൂ എന്ന് പറയുന്ന ഫോഴ്സ് അപ്വേർഡും, ഒന്ന് താഴേക്കും ഒന്ന് മുകളിലേക്കും ആക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി തരുന്നത്, ഒരിക്കലും ഇത് ക്ലാമ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇത് ട്രാൻസ്ലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഇവിടുന്ന് ചലിച്ച് വേറെ സ്ഥലത്തേക്ക് പോകത്തില്ല. അത് റൊട്ടേഷൻ മോഷനാണ് തരുന്നത്. അപ്പോൾ ഇത് റൊട്ടേഷൻ മോഷൻ തരാതെ ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഒരു കണ്ടീഷൻ പറയുന്നത് ഓൾജിബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി മസ്റ്റ് ബി 0. ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഓഫ് ഫോഴ്സിൻ്റെ ഓൾജിബ്രിക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എന്ന് പറയുന്ന താഴോട്ട് എടുക്കുന്ന മൊമെൻ്റ് ഓഫ് ഫോഴ്സ് പോസിറ്റീവും മുകളിലേക്ക് എടുക്കുന്നത് നെഗറ്റീവും എടുത്തു കഴിഞ്ഞാൽ ഓൾജിബ്രിക് സം എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് പി ഇൻറ്റു ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ക്ലാമ്പ്ഡ് പോയിൻ്റ് ഒ ആണ്. ക്ലാമ്പ്ഡ് പോയിൻ്റ് ഒ ആയതുകൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് ഒ എ. രണ്ടാമത്തെ ഫോഴ്സ് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് മൈനസ് ക്യൂ ഇൻറ്റു ഡിസ്റ്റൻസ് ഒ ബി ഇസിക്കൽ ടു 0, അല്ലെങ്കിൽ പി ഇസിക്കൽ ടു ഒ എ, പി അല്ല, പി ഇൻറ്റു ഒ എ ഇസിക്കൽ ടു ക്യൂ ഇൻറ്റു ഒ ബി. അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഈ മൊമെൻറ്റിനെ നമുക്ക് ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്നും ഈ മൊമെൻറ്റിനെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്നും വിളിക്കാം. അപ്പോൾ ക്ലോക്ക് വൈസ് മൊമെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ബോഡി റെസ്റ്റിലാണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. വെൻ എ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ടു പ്രിവെൻറ്റ് റൊട്ടേഷണൽ മോഷൻ, ദ നെറ്റ് മൊമെൻറ്റ് എബൌട്ട് എനി പോയിൻറ്റ് ആക്ടിങ് ഓൺ ദി ബോഡി മസ്റ്റ് ബി 0. നെറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് നെറ്റ് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് മസ്റ്റ് ബി 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ അത് തന്നെയാണ് മറ്റൊരു രീതിയിൽ പറയുന്നത്, ദ സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈക്വൽ ടു സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടു, ഇത് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്.
അപ്പോൾ ഈ രണ്ടും ഒരു കണ്ടീഷൻ ഒന്ന് തന്നെയാണ് പറയുന്നത്. ഒന്ന്, ഒരു വസ്തു റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൻ്റെ ഓൾജിബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഫോഴ്സ് മസ്റ്റ് ബി 0 ആയിരിക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, സം ഓഫ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഓൾജിബ്രിക് സം എന്ന് പറയുന്നത് സൈൻ കൺസിഡർ ചെയ്തുകൊണ്ട് ഒന്ന് പോസിറ്റീവ് എടുത്താൽ മറ്റേ ഡയറക്ഷൻ നെഗറ്റീവ് എടുക്കണം. അതാണ് ഓൾജിബ്രിക് സം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി അണ്ടർ കോപ്ലനാർ ഫോഴ്സസ്. കോപ്ലനാർ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടു പ്രിവെൻറ്റ് ട്രാൻസ്ലേഷണൽ മോഷൻ ദ ഓൾജിബ്രിക് സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി മസ്റ്റ് ബി 0. അപ്പം ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ചലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ഓക്കെ, അപ്പോൾ അതിനാണെങ്കിൽ ഒരു വസ്തുവിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഓൾജിബ്രിക് സം എന്ന് പറയുന്നത്, ധാരാളം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സിനെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ FI എന്ന് എഴുതി, ഓൾജിബ്രിക് സം 0 ആയിരിക്കണം. FI മീൻ ചെയ്യുന്നത് നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, F1, F2, F3, 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ 2 ഫോഴ്സ് പ്ലെയിനിലാണെങ്കിൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഇത് F1 എന്ന് സങ്കല്പിക്കുക, ഇത് F2 എന്ന് സങ്കല്പിക്കുക, F3 എന്ന് സങ്കല്പിക്കുക. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? F1 മൈനസ് F2 പ്ലസ് F3 ഇസിക്കൽ ടു 0. ഇങ്ങനെ എഴുതുന്നതിന് പകരമാണ് ജനറലായിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഈ കണ്ടീഷൻ എഴുതിയത്. അപ്പോൾ ഇത് ജനറൽ കണ്ടീഷനാണ്, ഇത് ഓൾജിബ്രിക് സം ആണ്. ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ താഴേക്കായിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് റൊട്ടേഷണൽ മോഷൻ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ഇതാണ്. സിഗ്മ I ഉണ്ട്, I ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, I മാർക്ക് ചെയ്യണം നിർബന്ധമില്ല. FI XI ഇത് മൊമെൻ്റാണ്, ഇസിക്കൽ ടു 0. ഓൾജിബ്രിക് സം ഓഫ് ഫോഴ്സ് മാത്രമല്ല, ഓൾജിബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഫോഴ്സ് 0 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഓൾജിബ്രിക് സം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അത് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ ടു പ്രിവെൻറ്റ് റൊട്ടേഷണൽ മോഷൻ ദ ഓൾജിബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഫോഴ്സ് എബൌട്ട് എനി പോയിൻറ്റ് ഇൻ ദെയർ പ്ലെയിൻ മസ്റ്റ് ബി 0. അപ്പോൾ ഇതാണ് 2 കണ്ടീഷൻ. ഈ 2 കണ്ടീഷൻസ് വെച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഒരു വസ്തുവിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം, ഫോഴ്സിൻ്റെ എല്ലാം ആകെ തുക 0 ആണെങ്കിൽ ആ വസ്തു റെസ്റ്റിലായിരിക്കും. അതാണ് ട്രാൻസ്ലേഷണൽ മോഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഒരു വസ്തുവിലേക്ക് ആക്ട് ചെയ്യുന്ന ഓൾജിബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ്സ് ഓഫ് ഫോഴ്സ് എല്ലാം എല്ലാത്തിൻ്റെയും കൂടെ സം 0 ആണെങ്കിൽ ആ വസ്തു റൊട്ടേഷണൽ മോഷനിലായിരിക്കത്തില്ല. അത് റൊട്ടേഷൻ മോഷൻ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ്. അപ്പോൾ ഇതിൽ 2 കണ്ടീഷൻ നമുക്ക് പറയാം. ഇതിൽ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആവേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇതാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ടു പ്രിവെൻറ്റ് ട്രാൻസ്ലേഷൻ മോഷൻ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് F1 മൈനസ് F2 പ്ലസ് F3 പ്ലസ് F4 ഇസിക്കൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇത് ടു പ്രിവെൻറ്റ് ട്രാൻസ്ലേഷൻ മോഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ പ്രിവെൻറ്റ് റൊട്ടേഷണൽ മോഷൻ ആവണമെങ്കിൽ അടുത്ത കണ്ടീഷൻ, നമ്മൾ രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ. അപ്പോൾ എന്താണ്, നമ്മൾ ഒരു എൻഡ് ഫിക്സ് ചെയ്ത് ഒക്കെയാണെങ്കിൽ ഡിസ്റ്റൻസ് ആ എൻഡ് ഫിക്സ് ചെയ്ത പോയിന്റിൽ നിന്ന് എടുക്കണം. നമുക്ക് ഡിസ്റ്റൻസ് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എടുക്കാം. അപ്പം ഫോഴ്സ് F1 ഇൻറ്റു ഡിസ്റ്റൻസ് AP. അടുത്ത ഫോഴ്സ് നെഗറ്റീവാണ്, കാരണം മുകളിലേക്കാണ് പോകുന്നത്, മൈനസ് F2 ഇൻറ്റു ഡിസ്റ്റൻസ് AQ പ്ലസ് F3 ഇൻറ്റു ഡിസ്റ്റൻസ് AR. അതും പ്ലസ് തന്നെയാണ്, താഴേക്കാണ്, പ്ലസ് F4 ഡിസ്റ്റൻസ് AS ഇസിക്കൽ ടു 0 ആണെങ്കിൽ ഇത് റൊട്ടേഷണൽ മോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിലാണ് പ്രിവെൻറ്റിങ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ റൊട്ടേഷൻ മോഷൻ ഉണ്ടാകത്തില്ല, അത് അനങ്ങാതെ നിൽക്കും. ഓക്കെ, ഇനി കപ്പിൾ. വാട്ട് ഈസ് കപ്പിൾ? കപ്പിൾ എന്താണെന്ന് ചോദിച്ചാലാണ്, കപ്പിൾ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്, തുല്യവും വിപരീതവുമായ ബലം, ആക്ടിങ് അറ്റ് ഡിഫറൻറ്റ് പോയിൻറ്റ്സ്. 2 വ്യത്യസ്തമായ പോയിൻ്റ്, ഒരു ബോഡിയുടെ തന്നെ 2 വ്യത്യസ്തമായ പോയിൻറ്റിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ്
കപ്പിൾ എന്ന് പറയുന്നത്. കപ്പിളും നേരത്തെ പറഞ്ഞതുപോലെ കപ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ മെഷർ ചെയ്യുന്നത് ട്വിസ്റ്റിംഗ് എഫക്റ്റാണ് കപ്പിൾ തരുന്നത്. അതുകൊണ്ട് തന്നെ അത് ടോർക്കിന് തുല്യമാണ്. കപ്പിൾ എന്ന് പറയുന്നത് ടോർക്ക് തന്നെയാണ്. അത് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് ഇൻറ്റു കപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്ന സി എന്ന് പറയുന്ന അക്ഷരമാണ്. കപ്പിൾ സി ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഒരു ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നു, മറ്റൊരു ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ. അപ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ, രണ്ടിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എ സി. ഓക്കെ, അതാണ് കപ്പിൾ എന്ന് പറയുന്നത്, എഫ് ഇൻറ്റു എ സി. ഓക്കെ, നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ എ കപ്പിൾ. അപ്പോൾ കപ്പിളിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ദ മൊമെൻറ്റ് ഓഫ് എ കപ്പിൾ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. The moment of couple is the product of force and perpendicular distance between the line of action of forces. Okay. Next, work done by a couple. ഈ കപ്പിൾ ചെയ്ത വർക്ക് എത്രയാണ്, അല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ എ കപ്പിൾ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിഗറുണ്ട്. ഇപ്പോൾ ഒരു റോഡ് എ ബിയിൽ രണ്ട് ഡിഫറൻറ്റ് പോയിന്റിൽ ഈക്വൽ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് മുകളിലേക്കും മറ്റൊന്ന് താഴേക്കും. എന്ന് വെച്ചാൽ അൺലൈക്ക് ഫോഴ്സസ് ആണ്, പക്ഷേ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഇവിടെ നിന്ന് ഇത് തിരിച്ച് ഇവിടം വരെ കൊണ്ടെത്തിക്കും, സിയിലെത്തിക്കും. ഇതിനെ ഇവിടെ തിരിച്ച് ഡിയിലെത്തിക്കും. അങ്ങനെ എത്തിക്കുമ്പോൾ ചെയ്ത വർക്ക് എത്രയാണ് അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ് ആക്ടിങ് അറ്റ് ഡിഫറൻറ്റ് പോയിന്റ്. അപ്പോൾ കപ്പിൾ സി ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? എ ബി. ഇത് നമുക്കറിയാം, വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ വർക്ക് ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇതാണ് നമുക്കറിയാവുന്ന ഇക്വേഷൻ. ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പോൾ ഫോഴ്സ് വർക്ക് ഡൺ ഡബ്ല്യു ഇസിക്കൽ ടു എ ഇൻറ്റു എ സി പ്ലസ് അടുത്ത ഫോഴ്സ് ഇവിടെ താഴോട്ടായിരുന്നു അല്ലേ. വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മുടെ കപ്പിളല്ല, വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. വർക്ക് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എഫ് ഇൻറ്റു ബി ഡി നമ്മൾ സൈൻ കൺസിഡർ ചെയ്തല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തിരിയുക, താഴത്തെ ഫോഴ്സ് താഴോട്ട് കൊടുക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എ സിയും ബി ഡിയും കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫിഗറിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. ഈ ഫിഗറിലേക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്ക് എ സിയും ബി ഡിയും ഈ ഫിഗറിൽ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എ സി. അതുപോലെ തന്നെ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ബി ഡി. ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് തീറ്റയാണ്. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ഇസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ സി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എ ഒ. അപ്പോൾ തീറ്റ സ്മോൾ ആണെങ്കിൽ സൈൻ തീറ്റ ഇസിക്കൽ ടു തീറ്റ എന്ന് എടുക്കാം. അപ്പോൾ തീറ്റ ഇസിക്കൽ ടു ഇതാണ് എ സി ബൈ എ ഒ, അല്ലെങ്കിൽ എ സി ഇസിക്കൽ ടു എന്ത് കിട്ടും? എ ഒ ഇൻറ്റു തീറ്റ എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് സൈൻ തീറ്റ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൈൻ തീറ്റ ഇസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി ഡി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഒ ബി. തീറ്റ സ്മോൾ ആയതുകൊണ്ട് തീറ്റ ഇസിക്കൽ ടു നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒ ബി ബി ഡി ഇസിക്കൽ ടു ഒ ബി ഇൻറ്റു തീറ്റ. അപ്പോൾ നമുക്ക് എ സിക്ക് ഒരു ഇക്വേഷൻ കിട്ടി, ബി ഡിക്കും കിട്ടി. ഈ രണ്ട് ഇതും കൂടി ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ഇസിക്കൽ ടു എന്താണ്? എഫ് ഇൻറ്റു എ ഒ ഇൻറ്റു തീറ്റ പ്ലസ് എഫ് ഇൻറ്റു ഒ ബി ഇൻറ്റു തീറ്റ. അപ്പോൾ നമുക്ക് എഫ് ഇൻറ്റു തീറ്റ ഇങ്ങനെ വെളിയെടുത്ത് കഴിഞ്ഞാൽ എ ഒ പ്ലസ് ഒ ബി എന്ന് കിട്ടും. എ ഒ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ്, ഒ ബി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസാണ്. അപ്പോൾ എ ഒ പ്ലസ് ഒ ബി കൂട്ടിയാൽ എന്ത് കിട്ടും? ദാറ്റ് ഇസ് എ ബി എന്ന് കിട്ടും. അത് അപ്പോൾ എഫ് ഇൻറ്റു എ ബി ഇൻറ്റു തീറ്റ. എഫ് ഇൻറ്റു എ ബി നമ്മൾ നേരത്തെ ചെയ്തു എന്താണ്? സി. ദാറ്റ് ഇസ് ഈക്വൽ ടു സി തീറ്റ.
അപ്പം വർക്ക് ഡൺ ബൈ എ കപ്പിൾ എന്ന് പറയുന്നത്, ഓക്കെ, നമുക്ക് ഈ ഇത്രയും സ്റ്റെപ്പ് വേണമെങ്കിൽ അപ്പുറത്തെ പേജിലേക്ക് പോവാം, എങ്കിലും നമ്മൾ എളുപ്പമുണ്ട്. അതുകൊണ്ട് വർക്ക് ഡൺ ബൈ എ കപ്പിൾ ഇസ് ഈക്വൽ ടു സി തീറ്റ. അപ്പോൾ ഇതൊരു സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം കറങ്ങി വരുന്നതിന് പറയുന്നത് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്, ഒരു പ്രാവശ്യം കറങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വർക്ക് ഡൺ ബൈ എ കപ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. വർക്ക് ഡൺ സിക്കൽ ടു സി തീറ്റ. തീറ്റ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പം എത്ര ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കംപ്ലീറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കഴിയുമ്പോൾ, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോൾ 2π ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങാൻ ആവശ്യമായ വർക്ക് ഡൺ ഫോർ 1 റെവല്യൂഷൻ എഴുതാം ഈക്വൽ ടു 2πc എന്നെഴുതാം. ലെറ്റ് n be the number of revolutions per second. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? പവറാണ്. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു 2πc ഇൻറ്റു n എഴുതിയാൽ മതി. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടി? കാരണം n എന്ന് പറയുന്നത് റെവല്യൂഷൻസ് പെർ സെക്കൻഡാണ്. അതുകൊണ്ട് 2πnc എന്ന് പറയുന്നത് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ പവറാണ്. ഇത് വെച്ചൊരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. At the marks 20 cm, 40 cm and 80 cm of a uniform meter scale of mass 0.5 kg, the bodies of 1 kg, 2 kg and 3 kg are suspended, whereon the scale should be suspended so that it remains horizontal. ഒരു സ്കെയിലിൻ്റെ 20 സെൻറ്റിമീറ്ററിലും 40 സെൻറ്റിമീറ്ററിലും 80 സെൻറ്റിമീറ്ററിലും ഓരോ ചെറിയ മാസസ് കെട്ടിത്തൂക്കിയിട്ടേക്കാണ്. ആ മാസിൻ്റെ വാല്യൂ 20 സെൻറ്റിമീറ്ററിൽ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് 1 kg മാസം, 40 സെൻറ്റിമീറ്ററിൽ 2 kg മാസം, 80 സെൻറ്റിമീറ്ററിൽ 3 kg മാസം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ആ സ്കെയിലിൻ്റെ മാസം എന്ന് പറയുന്നത് 0.5 kg ആണ്. kg എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്കെയിലിൻ്റെ ഏത് ഭാഗത്ത് കെട്ടിത്തൂക്കിയാൽ ആ സ്കെയില് ഹൊറിസോണലായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഹൊറിസോണലായിട്ട് നിൽക്കുന്ന സ്കെയിൽ ആദ്യം ഒന്ന് വരയ്ക്കണം. ഇതാണ് ഹൊറിസോണലായിട്ട് നിൽക്കുന്ന സ്കെയിൽ. ഇത്തിരി കട്ടിക്കിരിക്കട്ടെ അല്ലേ? ഇതാണ് ഹൊറിസോണലായിട്ടിരിക്കുന്ന സ്കെയിൽ. ഹൊറിസോണലാണ്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അറിയാം, 1 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം 20 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് ഒരു മാസ് കെട്ടിത്തൂക്കിയിട്ടു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 kg. 40 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് അടുത്ത മാസ് കെട്ടിത്തൂക്കിയിട്ടു. അതിൻ്റെ മാസ് 2 kg. 80 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് ഒരെണ്ണം കെട്ടിത്തൂക്കിയിട്ട് അത് 3 kg. സ്കെയിലിനൊരു മാസുണ്ട്. സ്കെയിലിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ ആയിരിക്കും, അതും താഴേക്കായിരിക്കും. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്യാം. നമുക്ക് സെൻറ്റർ എന്ന് പറയുന്നത് എപ്പോഴും 50 സെൻറ്റിമീറ്റർ ആയിരിക്കും. 1 മീറ്റർ ലെങ്തുള്ള സ്കെയിൽ ആയതുകൊണ്ട് അതിൻ്റെ പകുതിയാണ് സെൻറ്റർ. അവിടെ ആക്ട് ചെയ്യുന്നത് സ്കെയിലിൻ്റെ മാസാണ്. സ്കെയിലിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ 0.5 kg ആണ്. ഇനി എവിടെ കയറ് കെട്ടിത്തൂക്കിയാൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ ഈ മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റിൽ കെട്ടിത്തൂക്കിയിടാൻ പോവാണ്. ഇവിടെയാണ് കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ആ പോയിൻ്റ് നമ്മുടെ ഈ ലെഫ്റ്റ് ഇവിടെ നിന്നാണ് സ്കെയിലിൻ്റെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരത്തെ എനിക്ക് അറിയത്തില്ല. ആ ദൂരത്തെ ഞാൻ എക്സ് എന്ന് വിളിച്ചു.
അപ്പോൾ എക്സ് എന്ന് പറയുന്ന ദൂരത്തിലാണ് നമ്മൾ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്. കെട്ടിത്തൂക്കിയിടുമ്പോൾ ഈ സ്കെയിൽ ഹൊറിസോണലായിട്ട് നിൽക്കണം. ഹൊറിസോണലായിട്ട് നിൽക്കണമെങ്കിൽ ഇതിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. കാരണം ഇവിടെ ഫോഴ്സ് കൊടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ വെയിറ്റ് ഉണ്ട്. വെയിറ്റ് അല്ല, മാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു വസ്തുവിൻ്റെ മാസ് എം കെ ജി ആണെങ്കിൽ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി ജി ആണെങ്കിൽ അവിടെ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇസിക്കൽ ടു എം ജി ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 1 kg യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 1 × ജി. രണ്ടാമത്തത് 2 kg യിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 2 × ജി. മൂന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് ദി സ്കെയിലാണ്. ആ സ്കെയിൽ എന്ന് പറയുന്നത് 0.5 × ജി. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനെ ഒന്നുകൂടെ മാറ്റുകയാണ്. നമ്മുടെ കയ്യിൽ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഐ എക്സ് ഐ സിക്കൽ ടു 0 എന്നാണ് വരണ്ട അല്ലേ? അപ്പം ഇവിടെ ഓരോ മാസുണ്ട്. ഓരോ മാസിൻ്റെയും ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ എഫക്റ്റീവ് മാസാണ് മുകളിലേക്ക് ആക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇത് ഹൊറിസോണലായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എല്ലാ മാസും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു ജി ചെയ്യണം. അതായിരിക്കും ഇതിന് ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് മുകളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ഇക്വേഷൻ രൂപത്തിലാക്കുമ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ മാസ് 1 ഇൻറ്റു ഗ്രാവിറ്റി ജി, അവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്ററിൻ്റെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.2 പ്ലസ് രണ്ടാമത്തത് ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഗ്രാവിറ്റി ജി ഇൻറ്റു അവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ, മീറ്ററിലാക്കുമ്പോൾ 0.4 പ്ലസ് സ്കെയിലിൻ്റെ മാസ് 0.5 kg ഇൻറ്റു ഗ്രാവിറ്റി ഇൻറ്റു അവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ, അത് 0.5 പ്ലസ് ഇനി ഇതെടുക്കാം. ഇത് 80 സെൻറ്റിമീറ്ററിലാണ് നിൽക്കുന്നത്. അവിടെ വെയിറ്റ് മാസ് എന്ന് പറയുന്നത് 3 ഇൻറ്റു ഗ്രാവിറ്റി ജി ഇൻറ്റു ഡിസ്റ്റൻസ് 0.8. ഇനി താഴേക്ക് ആക്ട് ചെയ്യുന്ന പോസിറ്റീവാണ്, മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന നെഗറ്റീവ് എടുക്കണം. അപ്പം നെഗറ്റീവ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് മാസാണ്. ഇതെല്ലാം കൂടെ കൂടുന്ന എഫക്റ്റീവ് മാസാണ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് 0.5 പ്ലസ് 3 ഇൻറ്റു ജി. ഇത്രയുമാണ് എഫക്റ്റീവ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഇൻറ്റു അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്കറിയത്തില്ല, അതിനെ എക്സ് എന്ന് വിളിച്ചു, ഈക്വൽ ടു 0. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ളത് ഒരു ടേം ഉണ്ട്. ഏതാണ്? ജി. നമുക്ക് ഇവിടുന്ന് വെട്ടിക്കളയാം, പിന്നെ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ വെട്ടിക്കളയാം. ഇവിടെ ഞാൻ വെട്ടിക്കളയാം. എല്ലായിടത്തും ജി ഉള്ളതുകൊണ്ട് എല്ലാ ടേമിലും ജി ഉണ്ട്. ജി വെട്ടിക്കളയാം. ഇപ്പോൾ 0 ആയതുകൊണ്ടായിരുന്നു ജി വെട്ടിക്കളയുന്നത്. അപ്പോൾ ഇനി നമുക്കിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 1 ഇൻറ്റു 0.2 പ്ലസ് 2 ഇൻറ്റു 0.4 പ്ലസ് 0.5 ഇൻറ്റു 0.5 പ്ലസ് 3 ഇൻറ്റു 0.8 ഇസിക്കൽ ടു 6.5 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഇത് 0.2 പ്ലസ് 0.4 പ്ലസ് 0.25 പ്ലസ് 2.4 ഇസിക്കൽ ടു 6.5 എക്സ് എന്ന് കിട്ടും. ഫോർ എക്സ് ഇസിക്കൽ ടു ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഇത് 3. ഇത് 0.8 ആണ് വരുന്നത്. 3.65 വരും ഡിവൈഡ് ബൈ 6.5.
ചെയ്ത് നോക്കണം. 0.2 plus 0.8 plus ഇത് 0.8 ആണ്, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി അത് 0.8 ആണ്. 0.8 that is equal to 0.561 മീറ്റർ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എക്സിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് എക്സിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് 0.561 സെൻറ്റിമീറ്റർ. അപ്പോൾ 56 എന്ന് വെച്ചാൽ പകുതി കഴിഞ്ഞിട്ടാണ് അത് കെട്ടിത്തൂക്കിയിടേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ഒരു പ്രോബ്ലം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നമുക്ക് സോൾവ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി നമുക്ക് സോൾവ് ചെയ്യാം. പ്രോബ്ലം കാൽക്കുലേറ്റ് the power developed when a couple 200 Newton meter rotates a shaft at the rate of 60 revolutions per minute. അപ്പോൾ നമുക്ക് പവർ ഓഫ് റവല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. P is equal to വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. അതാണ് പവർ എന്ന് പറയുന്നത്. അതാണ് 2π/NC എന്ന് പറയുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ n എന്ന് പറയുന്നത് n is equal to 60 റവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് തന്നേക്കുന്നത്. റവല്യൂഷൻ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 60 റവല്യൂഷൻ പെർ സെക്കൻഡ് ഉണ്ട്. അപ്പം അത് സെക്കൻഡ്സ് ആവും, സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 1 റവല്യൂഷൻ പെർ സെക്കൻഡായി. അതാണ് n എന്ന് പറയുന്നത്. പിന്നെ സി എന്ന് പറയുന്ന കപ്പിളാണ്. അപ്പോൾ C is equal to തന്നിട്ടുണ്ട്. C is equal to എന്താണ് 200. പിന്നെ ബാക്കി എല്ലാം ഉണ്ട്. ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആൻസർ 2 × 3.14 × n 1 × C എന്ന് പറയുന്നത് 200 ചെയ്ത് നോക്കുക. 200 × 2 × 3.14 1256. ഇതാണ് നമ്മളുടെ വാട്ട്സ്. ഇതാണ് നമ്മുടെ പവർ. നേരത്തെ പറഞ്ഞിരുന്നു, പറയാമായിരുന്നു. ഓക്കെ.